ഈ സന്യാസി കൈകൾ നീട്ടിപ്പിടിച്ചു നിന്നു. കൈകൾക്കടിയിൽ 2 മൂർച്ചയുള്ള കത്തികൾ തൂങ്ങിക്കിടക്കുന്നു. തുടർന്ന് അദ്ദേഹം 25 കിലോഗ്രാം ഭാരമുള്ള 2 ബക്കറ്റ് വെള്ളമെടുത്തു. ഇപ്പോൾ അയാൾക്ക് ഒരു ഇടുങ്ങിയതും കുത്തനെയുള്ളതുമായ പാത മുറിച്ചു കടന്ന് മലയുടെ മുകളിലെത്തി വെള്ളം ഒരു കിടങ്ങിലേക്ക് ഒഴിക്കേണ്ടി വന്നു. എന്നാൽ ഇത് എളുപ്പമായിരുന്നില്ല. അയാൾക്ക് കൈകൾ തുറന്ന് ബാലൻസ് നിലനിർത്തണമായിരുന്നു. കൈകൾ ചെറുതായി താഴ്ത്തിയാന്നും കത്തികൾ നേരെ ശരീരത്തിലേക്ക് വീഴും. തുടക്കത്തിൽ അയാൾ പലതവണ പരാജയപ്പെട്ടു. അങ്ങനെ പെട്ടെന്ന് സ്ഥാനക്കയറ്റം നേടാൻ അയാൾ എല്ലാ ദിവസവും 300 ബക്കറ്റ് വെള്ളം ചുമക്കാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ മറ്റെല്ലാ ശിഷ്യന്മാരെയും മറികടന്ന് അദ്ദേഹം പോയി. ഇപ്പോൾ 2 ബക്കറ്റുകൾ വഹിച്ചുകൊണ്ട് പറക്കുന്നത് പോലെ നടന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ ആവശ്യമായ ഊർജം ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ഗുരു ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം ശകാരിച്ചു. പരിശീലന സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല ആശയമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അത് പഠിക്കാനുള്ള അവസരം കവർന്നെടുത്തു. ആ മനുഷ്യൻ ഭയന്നുപോയി. പക്ഷേ അയാൾക്ക് മനസ്സിലായി. ഗുരു അവനെ അംഗീകരിച്ചപ്പോൾ അദ്ദേഹത്തെ അടുത്ത ഘട്ടത്തിലേക്ക് അയച്ചു. ഇത്തവണ പരിശീലനം തികച്ചും അസാധാരണമായിരുന്നു. ഗുരു സ്വന്തം ചെവികൊണ്ടൊരു മരമീനിനെ അടിക്കുന്ന ശബ്ദം കേൾക്കേണ്ടി വന്നു. ഓരോ അടിയിലും ഒരു പ്രത്യേക ചുറ്റിക ഉപയോഗിച്ച് മണിയടിക്കേണ്ടി വന്നു. സന്യാസി തുടക്കത്തിൽ ഈ പരിശീലനത്തിൽ അസന്തുഷ്ടനായിരുന്നു. മണിയടിക്കുന്നത് സമയം പാഴാക്കലാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ചുറ്റിക എടുത്തയുടനെ അത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചുറ്റികയുടെ ഭാരം 10 കിലോഗ്രാം മാത്രമായിരുന്നു. പക്ഷേ അത് നീളമുള്ളതും വഴക്കമുള്ളതുമായ ഒരു മുളങ്കമ്പിൽ ഘടിപ്പിച്ചിരുന്നു. ഉറച്ച പിന്തുണ ഉണ്ടായിരുന്നില്ല. അത് പിടിച്ചപ്പോൾ അതിന്റെ ഭാരം 120 കിലോഗ്രാം ആണെന്ന് തോന്നി. ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. തുടക്കത്തിൽ ചുറ്റികയോട് വളരെ അടുത്തു പിടിച്ച് അയാൾക്ക് തണ്ട് ഉയർത്താൻ പോലും കഴിഞ്ഞില്ല. കുറച്ചടികൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കൈത്തണ്ട പൂർണ്ണമായും തളർന്നിരുന്നു. അദ്ദേഹം തന്റെ ഗുരുവിനെ നോക്കി. ഗുരു ഇപ്പോഴും ശാന്തമായി മരമീനിനെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അയാളുടെ ഉള്ളിൽ ഒരു മത്സരബോധം ഉടലെടുത്തു. അദ്ദേഹം ഉറച്ച പിടിപിടിച്ച് മണി അടിക്കുന്നത് തുടർന്നു. അദ്ദേഹത്തിന്റെ കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തണ്ടിന്റെ അടിയിൽ നിന്ന് തണ്ടു പിടിച്ച് വേഗത്തിലും കൃത്യമായും അടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പരിശോധന വിജയിച്ചു. അദ്ദേഹത്തെ തിരുവഴുത്ത് പവലിയന്റെ സൂപ്പർവൈസറായി നിയമിച്ചു. അടുത്ത ഘട്ടം ആരംഭിച്ചു. കത്തുന്ന 2 വലിയ ധൂപവർഗ്ഗങ്ങൾക്കിടയിൽ അയാൾക്ക് നിൽക്കേണ്ടി വന്നു. ആടുന്ന തീജ്വാലകളിൽ അവന്റെ നോട്ടം ഉറപ്പിച്ചു നിർത്തുക എന്നതായിരുന്നു ഈ മുഴുവൻ പ്രക്രിയയിലും. അവന്റെ തല അനങ്ങാൻ പാടില്ലായിരുന്നു. തുടക്കത്തിൽ അയാൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ജ്വാലകളെ വേഗത്തിൽ പിന്തുടരുകയായിരുന്നു. എന്നാൽ ഗുരു വേഗത കൂട്ടിയപ്പോൾ അവന്റെ തല യാന്ത്രികമായി ചലിച്ചു. തീ അവനെ പൊള്ളിച്ചു. ഗുരു കർശനമായി മുന്നറിയിപ്പ് നൽകി. നിന്റെ കണ്ണുകൾ ചലിപ്പിക്കുക, പക്ഷേ നിന്റെ തലയല്ല. വീണ്ടും ശ്രമിക്കുക. ഇത്തവണ അവൻ പൂർണ്ണമായും ശാന്തനായി. അവൻ മനസ്സിനെ ശാന്തമാക്കി. ഗുരു എത്ര ജ്വാലകൾ വർദ്ധിപ്പിച്ചാലും അവന്റെ തല പൂർണ്ണമായും നിശ്ചലമായി.